ബീഫ് ചെറുതായി കട്ട് ചെയ്യാൻ എല്ലാവർക്കും പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലുതാക്കി ഒന്നിച്ചെടുത്ത് ഫ്രിഡ്ജ് ഇട്ട് വേവിക്കുക. വലിയ പീസുകളായിട്ട് നമ്മൾ ഒന്നാകെ എടുത്തിട്ട് പിന്നെ അതിനെ ഇതാക്കാം. ഇത്രയും വലിയ പീസായിട്ട് തന്നെ ഞാൻ വേവിച്ചേക്കുന്നത്. അതിനെ കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് ഇതുപോലെ എന്നിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ് നമുക്ക് ചില്ലി ഉണ്ടാക്കാം. ബീഫ് ചില്ലി നല്ലപോലെ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്കിനി മസാല റെഡിയാക്കാം. ഈ അരിഞ്ഞു വച്ചേക്കുന്ന ബീഫ് പീസസിനെ നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല ചില്ലി. അപ്പോൾ അത് തയ്യാറാക്കാം. ഓക്കെ. ബീഫ് ഫ്രൈ ചില്ലി ബീഫ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞ് സെറ്റാക്കിയ ഇറച്ചിയാണ്. വേവിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേത് ഭയങ്കര പാടാണ്. ഏതെങ്കിലും ഷേപ്പിലൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്യാനും എളുപ്പമുണ്ട്. മറ്റേത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയുന്ന കാരണം കട്ട് ചെയ്യാനും പ്രയാസമായിരിക്കും. ഇതുപോലെ നമ്മൾ ഒന്നിച്ച് ഏത് വലിപ്പത്തിലായാലും ആ കൊണ്ടുവരുന്ന പരുവത്തിൽ തന്നെ നല്ല വൃത്തിയിൽ കഴുകി കുക്കറിനകത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടങ്ങ് വേവിച്ചാൽ മാത്രം മതി. നല്ല വേവണമെന്നില്ല, എന്നാലും ഒരു മീഡിയം വേവുള്ള പരുവായിട്ട് എടുത്തു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് വേവണ്ട. ആ പരുവത്തിയെല്ലാം കട്ട് ചെയ്തിങ്ങനെ എടുക്കാൻ പറ്റും. നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് പേസ്റ്റ് ആക്കിയിട്ട് നമുക്കതിനകത്ത് ഇടാൻ പറ്റും. ഇടാനാണ്. അപ്പം ഞാനതൊന്ന് അരച്ചെടുക്കാം. ഈ ചതയ്ക്കാനെടുത്തതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മൾ പൊരിക്കാനെടുത്ത പിന്നെ ബീഫിൻ്റെ അകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് മുളക് പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും തയ്യാറാക്കി വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും എല്ലാം കൂടെ ഒറ്റ പൊടിയാക്കി പേസ്റ്റ് കൂടി ഇടുക. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. കോൺഫ്ലവർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ മസാല ഈ വെളിച്ചെണ്ണയിൽ കലങ്ങില്ല കോൺഫ്ലവർ ആഡ് ചെയ്താൽ. ഞാൻ ഒരു കോഴിമുട്ട എടുത്തു. ആ കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് ആ പൊട്ടിച്ചൊഴിച്ച കോഴിമുട്ടയും കോൺഫ്ലവറും എല്ലാ മസാലയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. ചില്ലി ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ആ ഷേപ്പ് ഉടഞ്ഞു പോകുന്നില്ല, എന്നാലും ബീഫായത് നല്ല ഹാർഡാണ്. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുക. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ബീഫ് ചില്ലി ഉണ്ടാക്കാൻ പോവുകയാണ്. ബീഫ് ചില്ലിക്ക് നല്ലപോലെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കാം. മസാല തേച്ച് വെച്ചതിനകത്ത് ഒന്നുകിൽ ഒരു നാരങ്ങ നീരോ ഞാനിപ്പോൾ ഇത്തിരി വിനാഗിരിയാണ് ഒഴിക്കുന്നത്, ഒരു സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. വിനാഗിരിയും കൂടെ ചേർത്തൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ കുഞ്ഞിച്ചട്ടി എടുത്ത് അടുപ്പിൽ വെക്കാം. ഗ്യാസൊന്ന് കത്തിക്കാം. വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് വറക്കാൻ തുടങ്ങും. നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ട് അതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണയിൽ ബീഫ് വറുക്കാൻ നല്ല ടേസ്റ്റാണ്. ഓയിലും മറ്റുള്ളതൊന്നും എനിക്കിഷ്ടമല്ല. ഓയിലിനകത്ത് ഒരുമാതിരി വേറെ ടേസ്റ്റായിരിക്കും. ബീഫ് ഫ്രൈ ആയാലും എന്തായാലും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ആ ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, തിളച്ച് നമ്മൾ ബീഫിൻ്റെ മസാല തേച്ച ബീഫ് നമ്മൾ കോരി ഇടുകയാണ് വറക്കാൻ വേണ്ടിയിട്ട്. അതിനകത്തുനിന്ന് കിടന്ന് നല്ലപോലെ പൊരിഞ്ഞ് വെന്ത് മൊരിഞ്ഞ് വരും. ഞാൻ ആ മൊരിയാൻ വരുന്നതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ കിടന്ന് അത് മൊരിഞ്ഞ് വരും. ഇതാണ് നമ്മളെ ബീഫ് ചില്ലി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും കറിവേപ്പിലയും മൊരിയും ഒപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. വേറെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. കളറൊന്നും ഇടുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മുളകിൻ്റെ കളറ് തന്നെയാണുള്ളത്. അധികം എരിവൊന്നും എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൂടുതൽ എരിവിടാനും പറ്റില്ല. ഈ അരികൊണ്ടധികം ശരീരത്തിന് കേടില്ല. ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അല്ല, ഇരുമ്പിൻ്റെ കുഞ്ഞു ചട്ടിയിലാവുമ്പോൾ നമുക്ക് നല്ലപോലെ ചൂട് കൊണ്ട് നെരിഞ്ഞ് വരികയും ചെയ്യും.
വേറെ പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും വരില്ല. അങ്ങനെ നമ്മുടെ ബീഫ് ചില്ലി കണ്ടോ ചെറിയ സെറ്റായി വരുന്ന കണ്ടോ, മുരിഞ്ഞ് വരുന്നുണ്ട് ബീഫ് ഫ്രൈ. ചില്ലി എന്ന് പറയുമ്പോൾ റെഡ് കളറാണ് എല്ലാവരും സ്വപ്നത്തിൽ. നമ്മൾ കളറ് അധികമൊന്നും ആഡ് ചെയ്യാത്ത കാരണം സാധാ മുളകിൻ്റെ കളർ മാത്രമേ ഉള്ളൂ. മുരിഞ്ഞ് വരും. കുറച്ച് വെച്ചിട്ട് ഇതാകുമ്പോൾ വെക്കണം. അപ്പോൾ ചട്ടിയിലെ ആ ചൂടും ഇതെല്ലാം കൂടെ ആയിട്ട് നല്ലപോലെ മൊരിഞ്ഞ് വരും. കണ്ടോ, ഇനി കുറച്ച് നേരം അങ്ങ് വെച്ചേക്കണം. കോരിയെടുക്കാം ഇതിനെ. കണ്ടോ, എടുക്കാം, ഫുള്ള് കോരിയെടുക്കാം. സെറ്റായി ചില്ലി റെഡിയായി. അതിൻ്റെ കൂടെ കിടന്ന് കണ്ട മുളകും എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കുറച്ച് കറിവേപ്പില ഇടാം. ഇത് മറ്റേതിന് കണ്ണത്തിന് കൂടുതലായിട്ടുണ്ട്. അപ്പം വേണ്ട കറിവേപ്പിലയും ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ തീ കുറച്ച് അങ്ങനെ പത്തിരിയും കൂട്ടി ഇത് കഴിച്ചോ. നല്ല ടേസ്റ്റാണ്.